അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 141 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. سيقول السفهاء. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. തഫ്വീം ചെയ്യുക. വൗമദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. സയഖൂലു സുഫഹാ. സീനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹാഇൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡ് തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീനന്നാസി. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചെടുക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീനന്നാസി മാ വല്ലാഹും. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. പല്ലിന് ചുണ്ടിൽ തട്ടാതെ നോക്കുക. മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഖാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. മറച്ചു വെക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുക. ഖിബ്ലതിഹിം. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആണല്ലോ, സൗണ്ടിനെ ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ഖിബ്ലതിഹിമുല്ലതി. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഉച്ചരിക്കുക. ത കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാനു അലൈഹ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ വാവ് മദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക. കാനു അലൈഹ. അയിനിൻ്റെ മഖ്റജ് വരുന്നത് വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അലൈഹ ഖിബ്ലതിഹിമുല്ലതി കാനു അലൈഹ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും അനുവദനീയമാണ്. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ഖുൽ ലില്ലാഹി. ഇവിടെ ലാംസ് ഒരേ മഖ്റജിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങൾ തമ്മിലുള്ള ഇദ്ഗാമാണ്. സുക്കൂനായ ലാമിനെ അടുത്ത ലാമിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഉന്ന കൊടുക്കരുത്, ലയിപ്പിച്ചു കൊടുക്കുക. ഖുൽ ലില്ലാഹിൽ മശ്രിഖു. ഇദ്ഗാം മുത്തമാസിലാനാണ് വരുന്നത്. ഒരേ മഖ്റജിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങൾ തമ്മിലുള്ള ഇദ്ഗാം. ഖുൽ ലില്ലാഹിൽ മശ്രിഖു. ലാം കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഷീനിനും ഹാഫ് സുക്കൂന് കൊടുക്കുക ശ്രദ്ധിക്കുക കേട്ടോ. മശ്രിഖു എന്നായി പോവരുത്. മശ്രിഖു. മശ്രിഖു വൽ മഗ്രിബ്. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആണല്ലോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വൽ മഗ്രിബ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിന് ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽഖാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ട് അയിനിൻ്റെ സൗണ്ടായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. വൽ മഗ്രിബ്. മഗ്രിബ് ഗൈന് ഇസ്തിഅലാന്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. വൽ മഗ്രിബ്. റ കെസ്റ ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും അനുവദനീയമാണ്. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ കൽക്കല ലെറ്റർ ആണല്ലോ, അപ്പോൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. قل لله المشرق والمغرب يهدي من يشاء
യഹ്ദി ഹ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യഹ്ദി എന്ന് ഉച്ചരിക്കരുത്. യഹ്ദി യഹ്ദി മൻ യശാ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഒതി കൊടുക്കുക. മൻ യശാ അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഷീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു. 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫീം ചെയ്യാൻ. ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്റയായാലും നമ്മൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. ശ്രദ്ധിക്കുക കേട്ടോ. റോ ഫതഹയാണ്. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ കിസ്റയായാലും നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. സിറാത്തിൻ മുസ്തഖീം. തോക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മീമിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഒതി കൊടുക്കുക കേട്ടോ. സിറാത്തിൻ മുസ്തഖീം. സീൻ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുസ്തഖീം എന്നായി പോവരുത്. മുസ്തഖീം. ഖാഫിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.